വെൽക്കം. റഹ്മാനാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം അനാറ്റമി ആൻഡ് ഫിസിയോളജി വീഡിയോ സീരീസിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്, ഫസ്റ്റ് വീഡിയോ. സോ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം ഡൈജഷന്റെ ബേസിക്സ് ഒക്കെ ഒന്ന് പറയും. ദെൻ ഓൾസോ വി വിൽ ടോക്ക് അബൌട്ട് ദ ലെയേഴ്സ് ഓഫ് GI ട്രാക്ട്. സോ ഇത് രണ്ടുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് എന്തിനാണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം? ഫുഡ് നമുക്ക് അത്യന്താപേക്ഷിതമാണ് അല്ലെ. മനുഷ്യന്റെ കെമിക്കൽ എനർജിയാണ് മനുഷ്യനെ നിലനിർത്തുന്നത്. ഈ കെമിക്കൽ എനർജി കിട്ടാനുള്ള നമ്മുടെ ഏക സോഴ്സ് ആണ് നമ്മുടെ ഭക്ഷണം. ഫുഡാണ് ഏക സോഴ്സ്. സോ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫുഡ് അതേപോലെ നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യണം. സോ ഡൈജഷൻ മീൻസ് ആദ്യം നമ്മൾ കഴിച്ച ഭക്ഷണത്തെ ഇടിച്ച് പൊടിച്ച് വളരെ ചെറുതാക്കണം. സോ ഇറ്റ് ഇൻവോൾവ്സ് എ മെക്കാനിക്കൽ പ്രോസസ് ഉണ്ട് അതിനകത്ത്. ഈ ഇടിച്ച് പൊടിച്ച് ചെറുതാക്കിയതിനെ നമ്മൾ ഡൈജസ്റ്റീവ് എൻസൈംസ് ഉപയോഗിച്ചിട്ട് അതിനെ വീണ്ടും സ്മോൾ മോളിക്യൂൾസ് ആക്കി മാറ്റണം. ഏറ്റവും ചെറുതായിട്ടുള്ള സ്മോൾ മോളിക്യൂൾസ് ആക്കി മാറ്റണം. ഇങ്ങനെ ആക്കി മാറ്റിയാൽ എന്താണ്? ഇങ്ങനെ ആക്കി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ സെൽ മെംബ്രെയിൻ, ഇതാണ് ജിയുടെ സെല്ലാണെങ്കിൽ, ഈ മെംബ്രെയിനിലൂടെ ഇങ്ങനെ കടന്നു പോകണമെങ്കിൽ ഇത് വളരെ ചെറുതായിരിക്കണം. അതേപോലെ ചെറുതാക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്നത്. സോ ഡൈജഷൻ ഈസ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഫുഡ്, ബ്രേക്കിംഗ് ഡൗൺ ഓഫ് വാട്ട് ഫുഡ് ഇൻടു, ചെറുതാക്കുക, ഇൻടു മോളിക്യൂൾസ്, വളരെ ചെറിയ മോളിക്യൂൾസ് ആക്കുക. ദാറ്റ് ആർ സ്മോൾ ഇനഫ് ടു പാസ് ഓർ എൻറ്റർ ത്രൂ അവർ GI cells ഓർ എൻട്രോസൈറ്റ്സിലൂടെ കടന്നു പോകാൻ പറ്റണം. അതിനെ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്നത്. സോ ദ കീ ഈസ് പാസിംഗ് ത്രൂ സെൽ മെംബ്രെയിൻ. ഇതിലൂടെ കടക്കാൻ അതിന് ഇത് ചെറുതാക്കണം. സോ സ്മോൾ മോളിക്യൂൾസ് ആൻഡ് പാസിംഗ് ത്രൂ ദ സെൽ മെംബ്രെയിൻ ആണ് പ്രധാനപ്പെട്ട ആവശ്യം. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു ദർ ഇസ് എ മെക്കാനിക്കൽ പ്രോസസ് ഉണ്ട്, ദർ ഇസ് എ കെമിക്കൽ പ്രോസസ് ഉണ്ട്. മെക്കാനിക്കൽ മാർഗങ്ങളും കെമിക്കൽ പ്രോസസും രണ്ടും കൂടി ചേർന്നതിനെയാണ് നമ്മൾ ഡൈജഷൻ. ഇനി ഡൈജഷൻ മാത്രമല്ല ചെയ്യുക. ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നതിന് എന്ത് ചെയ്യണം? ബാക്കി വരുന്ന സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. സോ ദാറ്റ് ഹാസ് ടു ബി ഡീഫിക്കേറ്റഡ്. സോ ഡീഫിക്കേഷൻ ഈസ് ഓൾസോ പ്രോസസ്. നമ്മളുടെ ശരീരം ചെയ്യേണ്ട കാര്യമാണ്. ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇൻജഷൻ ചെയ്യണം. സോ ഭക്ഷണം ഇൻജസ്റ്റ് ചെയ്യണം, അതിനുശേഷം ഡൈജസ്റ്റ് ചെയ്യണം, അതിനുശേഷം ഡീഫിക്കേറ്റ്. ആവശ്യമുള്ളത് അബ്സോർപ്ഷൻ. അബ്സോർബ് ചെയ്യണം, അബ്സോർപ്ഷൻ കഴിഞ്ഞിട്ട് അവസാനം ബാക്കിയുള്ളത് ഡീഫിക്കേഷൻ. സോ ഈ 4 പ്രോസസ് ഇത് ചെയ്യാൻ, ഈ 4 പ്രോസസ് ചെയ്യാൻ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള, എങ്ങനെയും ഇടിച്ച് പൊടിച്ച് ചെറുതാക്കുക, അതിനുവേണ്ടിയുള്ള എല്ലാ ഓർഗൻസ് അബ്സോർബ് ചെയ്യുക, ഡൈജസ്റ്റ് ചെയ്യുക, ഡൈജസ്റ്റീവ് സെക്രീഷൻസ് നടത്തുക, ഇതിനെല്ലാം കളക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റമാണ് നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് നമ്മൾ പറയുക. സോ ഡൈജസ്റ്റീവ് സിസ്റ്റം മീൻസ് ദ ഓർഗൻസ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് ദീസ് ഡൈജസ്റ്റീവ് പ്രോസസ്. സോ ഈ പ്രോസസ്സിന് വേണ്ടിയുള്ള ഓർഗൻസ്, അവരുടെ കോഓർഡിനേറ്റഡ് ഫംഗ്ഷൻ, സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് ആൻഡ് റിലേറ്റഡ് കാര്യങ്ങളാണ് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ മൊത്തം പഠിക്കേണ്ടത്. സോ സ്ട്രക്ചേഴ്സ്, അവരുടെ മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ് ഇൻ ഡൈജഷൻ, ദെൻ ഇതിനെ എങ്ങനെ അബ്സോർബ് ചെയ്യുന്നു എന്നുള്ള കാര്യം പഠിക്കണം. വേസ്റ്റ് എങ്ങനെ, ബാക്കി വരുന്ന വേസ്റ്റ് എങ്ങനെ കളയുന്നു എന്ന് നമ്മൾ പറയണം. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് 2 ഗ്രൂപ്പ്സ് ഓഫ് ഓർഗൻസ്, 2 ഗ്രൂപ്പ്സ് ഓഫ് ഓർഗൻസ് ഉണ്ട്. അതിൽ ആദ്യത്തേത്, ഫസ്റ്റിനെ നമുക്ക് GI ട്രാക്ട് ഓർ നമുക്ക് അലിമെന്ററി കനാൽ എന്ന് നമുക്ക് വിളിക്കാം. സോ ഇതാണ് ആദ്യത്തെ. ഇത് തുടങ്ങുന്നത് വായിൽ നിന്നാണ്. സ്റ്റാർട്ട്സ് ഫ്രം ദ മൗത്ത് ഓർ ഓറൽ കാവിറ്റി ഓർ ബക്കൽ കാവിറ്റി, അവിടെ തുടങ്ങി. ദെൻ എയ്നസ് ആൻഡ് റെക്ടം, എയ്നസ് ഓർ റെക്ടം, ഈ ഭാഗത്ത് എയ്നസിൽ വന്ന് അവസാനിക്കുന്ന, റക്തത്തിന്റെ അവസാനമാണ് എയ്നസ്, അവിടെ വന്ന് അവസാനിക്കുന്ന ഭാഗം വരെ ഒരു കണ്ടിന്യൂസ് ട്യൂബാണ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ട്യൂബാണ്, കണ്ടിന്യൂസ് ട്യൂബ്. സോ മൗത്താണ് ഞാൻ ആദ്യം പറഞ്ഞത്. ദെൻ രണ്ടാമത്തെ ഭാഗം ഇവിടെ ഫാരിങ്സ് ഉണ്ട്. ഫാരിങ്സ് തന്നെ നമുക്കറിയാം, നെയ്സോഫാരിങ്സ് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ട്രാക്ടിന്റെ ഭാഗമാണ്. അതല്ലാത്ത ഭാഗങ്ങളുണ്ട്. ഫാരിങ്സ് കഴിഞ്ഞാൽ പിന്നെ അന്നനാളം ഓർ ഈസോഫാഗസ് ഉണ്ട്. ഈസോഫാഗസിനെ നമുക്ക് അന്നനാളം എന്ന് വിളിക്കാം. ഈസോഫാഗസ് പോയി അവസാനിക്കുന്നത് സ്റ്റൊമക്കിലാണ്. സ്റ്റൊമക്കിനെ നമുക്ക് ആമാശയം എന്ന് വിളിക്കാം. ഗ്യാസ്ട്രോ എന്ന് നമ്മൾ പറയുന്നത് സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെയാണ് ഗാസ്ട്രോ. ദെൻ അത് പച്ച കളറിൽ പോകുന്നതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടൽ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ചെന്ന് അവസാനിക്കുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ ഓർ വൻകുടലിൽ പോയി അവസാനിക്കുന്നു. സോ ഇത്രയും അവസാനം എയ്നസിൽ അവസാനിക്കുന്ന ഏകദേശം 5 to 7 മീറ്റേഴ്സ് നീളമുണ്ട് ഇത് മൊത്തം ഏകദേശം. സോ ഇവിടെ തുടങ്ങി ഈ ഓപ്പണിംഗ് വരെയുള്ള കുഴൽ, അതിനെയാണ് നമ്മൾ GI ട്രാക്ട് ഓർ അലിമെന്ററി കനാൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഓർഗൻസ് ആർ ആക്സസറി ഡൈജസ്റ്റീവ് ഓർഗൻസ് ആണ്. ഡൈജസ്റ്റീവ് ഓർഗൻസിന്റെ ഇത് മാത്രമായിരിക്കില്ല ഫംഗ്ഷൻ, വേറെയും പല ഫംഗ്ഷൻസ് ഒക്കെ ഉള്ളതാണ്. ഉദാഹരണം ടീത്ത് ആക്സസറി സ്ട്രക്ചർ ആണ്. 2 വായിൽ തന്നെയുള്ള ടങ് ഓർ നാക്ക് ആക്സസറി ആണ്. 3 സലൈവറി ഗ്ലാൻസ് ആക്സസറി ഗ്ലാൻസ് ആണ്. ഇത്രയും വായിൽ
തന്നെ ഉള്ളതാണ്. ദെൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നത് ലിവർ, ഞാൻ ഈ സൈഡിൽ എഴുതാം. ലിവർ ഈസ് അനദർ അക്സസറി. ദെൻ ലിവറിന്റെ ഇവിടെ തന്നെയുള്ള ഈ നീല കളറിൽ കാണുന്നത് ഗോൾ ബ്ലാഡർ ആണ്. ഗോൾ ബ്ലാഡർ ഈസ് അനദർ വൺ. ദെൻ ഇവിടെ ഈ കാണുന്നത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസിനെ ആഗ്നേയ ഗ്രന്ഥി എന്നൊക്കെ നമ്മൾ വിളിക്കുക. അതിന്റെ എല്ലാ ഭാഗവുമല്ല, എക്സോക്രൈൻ ഭാഗം, എൻഡോക്രൈൻ ഭാഗം നമുക്കറിയാം, പ്രമേഹം അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയും തരം ഓർഗൻസോ GI ട്രാക്ട് ആൻഡ് എലിമെന്ററി കനാൽ ആൻഡ് അക്സസറി ഡൈജസ്റ്റീവ് ഓർഗൻസ്, ഇത്രയും കാര്യങ്ങൾ ചേരുന്നതാണ് നമ്മുടെ GI സിസ്റ്റം, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ GI ട്രാക്ട് ഓർ GI സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻസ് ഒന്ന് ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഫസ്റ്റ് വൺ ഈസ് ഇൻജക്ഷൻ ഓഫ് ഫുഡ്, അല്ലെ, ഭക്ഷണം കഴിക്കുക, എടുക്കുക, ശരീരത്തിലേക്ക് എടുക്കുന്ന പ്രോസസ്സിനെയാണ് ഇൻജക്ഷൻ. സോ ദാറ്റ് ഈസ് ത്രൂ മൗത്ത് ആണ്. രണ്ട് സെക്രീഷൻ, ഒരുപാട് തരം സെക്രീഷൻ ഉണ്ട്. ഇപ്പോൾ സലൈവ ആണെങ്കിൽ സലൈവറി സെക്രീഷൻസ്, പാങ്ക്രിയാസ് ആണെങ്കിൽ പാങ്ക്രിയാറ്റിക് ജ്യൂസ്, ആസിഡ് ഇവിടെ ആണെങ്കിൽ സ്റ്റൊമക്കിലാണെങ്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസോ അങ്ങനെയൊക്കെയുള്ള സെക്രീഷൻ, ആസിഡ്, എൻസൈം, മ്യൂക്കസ്, സലൈവ, അങ്ങനെയൊക്കെയുള്ള ധാരാളം സെക്രീഷൻസ് വേണ്ടി വരും. സോ സെക്രീറ്ററി ഫംഗ്ഷൻ ഉണ്ട്. മൂന്നാമത്തത് മെക്കാനിക്കൽ ആണ്, മിക്സിംഗ് ആൻഡ് പ്രൊപ്പൽഷൻ. മിക്സിംഗ് ആൻഡ് പ്രൊപ്പൽഷൻ. സോ ഇവിടെ വെച്ച് ഇടിച്ച് പൊടിക്കൽ, വായ്ക്ക് ചവക്കലൊക്കെ ഉണ്ട്. അതിനുശേഷം ഇവിടെ ഇട്ട് ഇങ്ങനെ അതിനെ കംപ്രസ് ചെയ്തിട്ട് എന്താ പറയാ, മിക്സ് ചെയ്യണം. ഫുഡിനെയും നമ്മുടെ ജ്യൂസുമായിട്ടൊക്കെ ശരിക്കും മിക്സ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതിനെ അടുത്ത ഭാഗത്തേക്ക് എത്തിക്കണം. പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഫുഡിനെ ഇങ്ങോട്ടേക്ക്, അടുത്ത ഭാഗത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിച്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിച്ച് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കണം. അതിനാണ് നമ്മൾ പ്രൊപ്പൽസീവ് മൂവ്മെന്റ് എന്ന് പറയാം. സോ പ്രൊപ്പൽഷൻ അത്രയും ചെയ്യണം. നാലാമത്തത് ഇങ്ങനെ എത്തിച്ച ഫുഡ് ഏറ്റവും ചെറുതാക്കി GI സെൽസിലൂടെ ഇങ്ങനെ അബ്സോർബ് ചെയ്യണം. സോ അതാണ് ഡൈജഷൻ ആൻഡ് അബ്സോർഷൻ. സോ ഡൈജഷൻ ആൻഡ് അബ്സോർഷൻ. അബ്സോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറുതായ ഫുഡ് മോളിക്യൂൾസിനെ നമ്മൾ നേരത്തെ പറഞ്ഞു സെൻട്രോസൈറ്റ്സിലൂടെ അങ്ങ് അകത്തേക്ക് എടുക്കണം. അത് പ്രധാനമായിട്ടും ഇവിടെയാണ് നടക്കുക. സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ഈ അബ്സോർഷൻ നടക്കുക. ദെൻ ബാക്കി വരുന്നത് അഞ്ചാമത്തെ പ്രോസസ്, ബാക്കി വരുന്ന എല്ലാം നമുക്ക് കളയണം. സോ സെൻഡ് ഔട്ട് എവറിഥിങ്. കുറച്ചു നേരം നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം. സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഡീഫിക്കേഷൻ റിഫ്ലക്സ് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനെ കളയാം. സോ ഡീഫിക്കേഷൻ. സോ ഇത്രയും ഫംഗ്ഷൻസ് ആണ് ബേസിക് ആയിട്ട് GI സിസ്റ്റം ചെയ്യുന്നത്. ഇനി നമുക്ക് പറയേണ്ടത്, ഇതൊക്കെ ചെയ്യാൻ ഈ GI ട്രാക്ടിന്റെ ബേസിക് അനാറ്റമി, ട്രാക്ടിന്റെ ഒരു ഹിസ്റ്റോളജി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എത്ര ലെയർ ഉണ്ട് ഈ GI ട്രാക്ടിന്റെ ലെയറിന്, ഏതെല്ലാമാണ് അതൊക്കെ പണി, എന്തൊക്കെയാണ് അതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. സോ ബേസിക്കലി 4 ലെയേഴ്സ് ഉണ്ട്. 4 ലെയേഴ്സ് ഫോർ GI ട്രാക്ട്. എല്ലായിടത്തും ഇതുണ്ടാവണമെന്നില്ല, ഞാൻ പറഞ്ഞ ബേസിക്കലി ആണ്. 1, ഏറ്റവും പുറത്തുള്ളത് അല്ലെങ്കിൽ അകത്തുള്ളത് മ്യൂക്കോസൽ ലെയർ ആണ്. പുറത്തെന്ന് വെച്ചാൽ ഇവിടെ ഇത് ഫുഡ് ആണെങ്കിൽ ഫുഡുമായിട്ട് നേരിട്ട്, ഭക്ഷണം നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഈ ലെയർ ആണ് മ്യൂക്കോസൽ ലെയർ എന്ന് പറയാം. സോ ദിസ് ഇസ് ദ മ്യൂക്കോസൽ ലെയർ. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ സബ് മ്യൂക്കോസൽ ലെയർ ആണ്. മ്യൂക്കോസൽ അടിയിലാണ്ട് സബ് മ്യൂക്കോസൽ ലെയർ എന്ന് വിളിക്കാം. അത് കഴിഞ്ഞാൽ ഈ കാണുന്ന ലെയർ മീൻസ് ഇത്രയും ആണ് മസ്കുലാരിസ് ലെയർ. മസ്കുലാർ ലെയർ ആണ്, മസിൽസ് ആണ് അവിടെ ഉള്ളത്. ദെൻ ഔട്ടർ മോസ്റ്റ് ഇത്രയും ഭാഗം നമുക്ക് സീറോസൽ ലെയർ, സീറോസ. സോ ഇങ്ങനെ 4 ലെയർ ആണ് മിക്കവാറും ഉള്ളത്. ദെൻ ലോവർ ഇസഫാഗസ് മുതൽ, മിക്കവാറും ലോവർ ഇസഫാഗസ് മുതൽ റെക്ടം വരെ അല്ലെങ്കിൽ ആനസ് വരെ ഈ പാറ്റേൺ ആണ്. ചില ഭാഗങ്ങളിൽ അവിടെയൊക്കെ ഫംഗ്ഷൻ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം മ്യൂക്കോസൽ ലെയർ പറയാം. മ്യൂക്കോസൽ ലെയർ എന്നാണ് ഞാൻ പറഞ്ഞത്. സോ ഇറ്റ് ഹാസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് അല്ലെങ്കിൽ ഏരിയാസ് ഒക്കെ അതിനകത്ത് കാണും. മ്യൂക്കോസൽ ലെയറിന്റെ ഏറ്റവും പുറം ഭാഗം, ദിസ് ഈസ് ദ ഔട്ടർ മോസ്റ്റ്, ഏറ്റവും പുറം ഭാഗം ഞാൻ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്, ഇത് ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്. ദിസ് ദ ഔട്ടർ മോസ്റ്റ് സെൽ, മ്യൂക്കോസൽ എപ്പിത്തീലിയൽ സെൽ. സോ ദീസ് ആർ എപ്പിത്തീലിയൽ സെൽസ് ആണ്. എപ്പിത്തീലിയൽ സെൽസ് നമുക്കറിയാം. ഔട്ടർ മോസ്റ്റ് എപ്പിത്തീലിയൽ എന്ന് വെച്ചാൽ പുറം ലോകവുമായിട്ട്, ഇവിടെ പുറം ലോകം എന്ന് വെച്ചാൽ ഭക്ഷണമാണ്, നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സെൽസ് ആണ് എപ്പിത്തീലിയൽ സെൽസ്. സോ ഔട്ടർ മോസ്റ്റ് വിൽ ബി എപ്പിത്തീലിയൽ സെൽ. ഓരോ സൈറ്റ് അനുസരിച്ചും ഇവിടെ പലതരം സെൽസ് വരാം. സ്കാമസ് ആകാം, കുബോയിഡൽ ആകാം, സ്ട്രാറ്റിഫൈഡ് ആകാം, കോളിമിനാർ ആകാം. ഓക്കെ. സോ സെക്രീറ്ററിയൊക്കെ ഉള്ള ഫംഗ്ഷൻ, അബ്സോർഷൻ, സെക്രീഷൻ, അവിടെയൊക്കെയുള്ള സ്ഥലത്ത് മിക്കവാറും കോളുമിനാർ, സിമ്പിൾ കോളുമിനാർ ടൈപ്പ് ഓഫ് സെൽസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവും. ആൻഡ് ഈ സെൽസ് തമ്മിൽ ടൈറ്റ് ജംഗ്ഷൻസ് ആണ്. ഇവിടെ ഒരു സെല്ല്, ഇത് അടുത്ത സെല്ലാണെങ്കിൽ ടൈറ്റ് ജംഗ്ഷൻ ആണ്. ഇതിനിടയിലൂടെ ഒന്നും കടന്നു പോകില്ല. ഓക്കെ. സോ സെൽസ് ഹാവ് ടൈറ്റ് ജംഗ്ഷൻസ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സെൽസ് നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഓരോ 5 to 7 days കഴിയുമ്പോഴും പുതിയ സെല്ലുകളാണ് ഇവിടെ വരിക. പഴയത് മാറി പുതിയത് വരുന്നു. ഇതിനെ നമ്മൾ വിളിക്കുക റെസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെൽസ്. സോ സെൽസ് ടേൺ ഓവർ ഇവിടെ ഭയങ്കര കൂടുതലാണ്. സോ ഹൈറ്റ് സെൽ ടേൺ ഓവർ ഉള്ള സ്ഥലത്ത് ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം പുതിയ സെൽസ് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരാം, ക്യാൻസർ ഉണ്ടാകാം. ആൻഡ് ഇതിനിടയിൽ മ്യൂക്കസ്. സോ ദീസ് സെൽസ് ആർ മ്യൂക്കസ് സെക്രീറ്റിംഗ് സെൽസ് ആണ്. ഗോബ്ലെറ്റ് സെൽസ് എന്ന് നമുക്ക് തൽക്കാലം വിളിക്കാം. മ്യൂക്കസ് സെക്രീറ്റിംഗ് സെൽസ് ഉണ്ട്. ആൻഡ് ദർ ആർ സർട്ടൺ സെൽസ്. ഇനി എൻഡോക്രൈൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന സെൽസും ഇവിടെ കാണാം. എൻഡോക്രൈൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പിറ്റ്യൂട്ടറി മറ്റേത് മാത്രമൊന്നുമല്ല, ഇവിടെ വയറ്റിനകത്തും സെല്ലുകളുണ്ട്, എൻഡോക്രൈൻ സെൽസ്. ഈ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന സെൽസ്
സോ ഇതിനെ നമ്മളപ്പോൾ എന്ത് വിളിക്കും? എൻറ്ററോ എൻഡോക്രൈൻ സെൽസ് എന്നാണ്. എൻഡോക്രൈൻ സെൽസ് എന്ന് വിളിക്കും. എൻറ്ററോ മീൻസ് എൻറ്ററോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംതിങ് വിത്ത് അബൌട്ട് ഇൻഡസ്റ്റൈനെ പറ്റി പറയുന്നതിനാണ് നമ്മൾ എൻറ്ററോ. പരേൻട്രൽ റൂട്ട് എന്ന് വെച്ചാൽ വയറ്റിലൂടെ അല്ലാതെ കൊടുക്കുന്നത്, ഓറൽ. അപ്പൊ എൻറ്ററോ എന്നുള്ള വാക്ക് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇനി പഠിക്കും. അതെല്ലാം ഇൻഡസ്റ്റൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ ഇൻഡസ്റ്റൈനൽ സെൽസ് ഓർത്തിരിക്കുക എൻഡോക്രൈൻ സെക്രീഷൻസ്. ഇപ്പൊ ഉദാഹരണത്തിന് GLP-1 എന്നൊക്കെ ഓർത്തിരിക്കുക. GLP-1 ഓക്കെ. ഇൻക്രറ്റിൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ വരുന്നതാണ്. സെക്രീറ്റിൻ ഒക്കെ ഇതൊക്കെ ഹോർമോൺസ് ആണ്. ഇനി ഈ എപ്പിത്തീലിയൽ സെൽ സ്റ്റൊമക്കിൽ ആമാശയത്തിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഇതാണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ചില ഭാഗം ഇങ്ങനെ താഴേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിത്തീലിയൽ സെൽസ് കഴിഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ ലാമിന പ്രോപ്രിയ എന്നാണ് പറയാം. ലാമിന പ്രോപ്രിയ എന്നാണ് അടുത്ത ഭാഗം. നമ്മൾ ഇതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ലാമിന പ്രോപ്രിയയിലേക്ക് ഇങ്ങനെ താഴേക്ക് പിറ്റിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. സോ അങ്ങനെ ഉണ്ടാവുന്നതാണ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് സ്റ്റൊമക്കിൽ ഇങ്ങനെ എപ്പിത്തീലിയൽ സെൽസ് ഇങ്ങനെ താഴേക്ക് അകത്തേക്ക് പോകുന്നതിനാണ്. സോ സ്റ്റൊമക്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇനി ഇൻഡസ്റ്റൈൻ, ചെറുകുടലിലും ഇങ്ങനെയുള്ള സ്മോൾ ഇൻഡസ്റ്റൈനിലും ഇങ്ങനെയുള്ള ചെറിയ വ്യത്യാസമുണ്ട്. അവിടെ ഇങ്ങനെ ഫോം ചെയ്യുന്നതിനെ നമ്മൾ ക്രിപ്സ് ഓഫ് ലിബർക്കീൻ എന്നാണ് പറയാ. നമുക്ക് അവിടെ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ദെൻ സ്മോൾ ഇൻഡസ്റ്റൈനിലെ ഈ എപ്പിത്തീലിയൽ സെൽസിന്റെ പുറം ഭാഗത്ത് സെൽ മെംബ്രെയിന്റെ ഇവിടെ ഇങ്ങനെ പുറം ഭാഗത്ത് ഈ സെൽ മെംബ്രെയിൻ, ഇത് ഇപ്പോൾ ഒരു സെൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. പക്ഷേ ഇൻഡസ്റ്റൈനിലെ സ്മോൾ ഇൻഡസ്റ്റൈനിലെ ആ സെൽ മെംബ്രെയിൻ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. നമ്മൾ ഇങ്ങനെ വരയ്ക്കാന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഫോൾഡഡ് ആയിട്ടിരിക്കും. അത് നമ്മൾ വില്ല എന്ന് വിളിക്കും. അതിന്റെ പുറത്ത് കുഞ്ഞു ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് മൈക്രോവില്ലൈ. സോ വില്ലൈസ് ഉണ്ട്, മൈക്രോവില്ലൈ. സോ ദീസ് ഓൾ ആർ ഓൺ ദ എപ്പിത്തീലിയൽ സെൽസ് ആണ്. ഇനി എപ്പിത്തീലിയൽ മ്യൂക്കോസൽ ലെയർ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മ്യൂക്കോസയുടെ നമ്മൾ ഫസ്റ്റ് ലെയർ എപ്പിത്തീലിയൽ കഴിഞ്ഞു. ഇനി നമുക്ക് പറയേണ്ടത് ഈ ഭാഗമാണ് ലാമിന പ്രോപ്രിയ. സോ രണ്ടാമത്തെ ഭാഗമാണ് ലാമിന പ്രോപ്രിയ എന്ന് പറയുന്നത്. സോ ഇത് ബേസിക്കലി ഇറ്റ് ഈസ് സപ്പോർട്ടിംഗ് ടു ദ എപ്പിത്തീലിയൽ സെൽസ്. ഈ എപ്പിത്തീലിയൽ സെൽസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ലെയർ ആണ് ലാമിന പ്രോപ്രിയ. ഇവിടെ ഉള്ള കുറച്ച് ലിംഫ് നോഡ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഉള്ള ലിംഫ് നോഡ്സ് പോലെയുള്ള ഭാഗത്തെ നമ്മൾ മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫാറ്റിക് ടിഷ്യൂ, ചില ഭാഗത്തൊക്കെ അങ്ങനെ ഉണ്ട്, മാൾട്ട് എന്ന് പറയും. സോ ദീസ് ആർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഫോറിൻ ഇൻവേഡിംഗ് മൈക്രോ ഓർഗാനിസംസ്. അതിനാണ് മാൾട്ട്. എല്ലായിടത്തും ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഈ മാൾട്ട് കാണുക ടോൺസിൽസിലാണ്. ടോൺസിൽസ്, അപ്പൻഡിക്സ് പോലെയുള്ള ഭാഗങ്ങളിലാണ് ഈ മാൾട്ട്. ഇവിടെ കുറച്ച് മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. സോ സം ലിംഫോയിഡ് ടിഷ്യൂസ് ക്യാൻ ബി സീൻ ഹിയർ. ഇനി ചെറുകുടലിൽ തന്നെ, ഇത് ചെറുകുടലാണെങ്കിൽ ഇതിനെ അഗ്രിഗേറ്റ്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അവിടെ അഗ്രിഗേറ്റ്. സോ അതിനെ നമ്മൾ വിളിക്കുക പേയേഴ്സ് പാച്ചസ്. സോ ഇത് തന്നെയാണ് ലിംഫാറ്റിക് ഓർഗൻസ് തന്നെയാണ്. പേയേഴ്സ് പാച്ചസ് എന്ന് നമ്മൾ വിളിക്കും. സോ ദിസ് ഓൾസോ ലിംഫാറ്റിക് ടിഷ്യൂ. സോ ലാമിന പ്രോപ്രിയ കണ്ടെയ്ൻസ് സം ലിംഫാറ്റിക് ടിഷ്യൂ. ഇനി മൂന്നാമത്തെ ലെയർ നമ്മൾ പറയുന്നത് മ്യൂക്കോസൽ ലെയറിന്റെ മൂന്നാമത്തെ ലെയർ. സോ മ്യൂക്കോസ ഹാസ് 3 ലെയർ. വൺ ഈസ് എപ്പിത്തീലിയൽ ലെയർ, ദെൻ ലാമിന പ്രോപ്രിയ ആൻഡ് ദിസ് വൺ. ഈ പറയുന്നതാണ് നമ്മൾ തേർഡ് ലെയർ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ മസ്കുലാർ ലെയർ ആണ്. മസ്കുലാർ ലെയർ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ലെയർ ഓഫ് സ്മൂത്ത് മസിൽസ്. ഒരു ചെറിയ ലെയർ, സിംഗിൾ ആയിരിക്കണമെന്നില്ല, സ്മൂത്ത് മസിൽസ് ആണ് ഇവിടെ ഉള്ളത്. സോ ഈ സ്മൂത്ത് മസിൽസ് ഇങ്ങനെ അനങ്ങുന്ന ചലനങ്ങൾ വഴിയാണ് ഈ എപ്പിത്തീലിയൽ സെൽസിനെ ഫുഡ് കണ്ടന്റ്സ് ആയിട്ട് ശരിയായിട്ട് എക്സ്പോസ് ചെയ്യാനായിട്ട് എക്സ്പോഷർ കിട്ടുക. സോ സർഫസ് ഏരിയയും വർദ്ധിപ്പിക്കും. ആൻഡ് ഈ ലെയറിന്റെ പ്രത്യേകത, ഇത് അന്നനാളം എസോഫാഗസ് മുതൽ താഴേക്ക് മാത്രമേ ഇവിടെ ഈ സംഭവങ്ങളുള്ളൂ. അതായത് ഓറൽ കാവിറ്റി നോക്കുകയാണെങ്കിൽ ദർ ഈസ് നോ ദിസ് മസ്കുലാർ ലെയർ ഇല്ല, മസ്കുലാരിസ് മ്യൂക്കോസ ഇല്ല. മസ്കുലാരിസ് മ്യൂക്കോസ എന്ന് വെച്ചാൽ മസിൽസ് ഇൻ ദ മ്യൂക്കോസൽ ലെയറിനാണ് നമ്മൾ മസ്കുലാരിസ് മ്യൂക്കോസ എന്ന് പറയും. പിന്നെ നമുക്ക് സെക്കൻഡ് ലെയർ, ആദ്യത്തെ പറഞ്ഞു മ്യൂക്കസ് ലെയർ പറഞ്ഞു, സെക്കൻഡ് ലെയർ ഇതാണ് മ്യൂക്കോസൽ ലെയർ. ഇനിയുള്ളത് നമുക്ക് ഈ ഭാഗമാണ് സെക്കൻഡ് ലെയർ. ഇതിനാണ് നമ്മൾ സബ് മ്യൂക്കോസൽ ലെയർ എന്ന് പറയാം. സബ് മ്യൂക്കോസൽ ലെയർ. സോ ഇവിടെയാണ് ബ്ലഡ് വെസൽസ് വരുന്നത് ആൻഡ് ഓൾസോ ലിംഫാറ്റിക്സും വരുന്നത് ഇവിടെയാണ്. ബ്ലഡ് വെസൽസ് ആൻഡ് ലിംഫാറ്റിക്. ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന സംഭവങ്ങൾ ബ്ലഡ് വെസൽസിലോ ലിംഫാറ്റിക്സിലേക്കോ പോകണമെങ്കിൽ അത് ഇവിടെ എത്തണം. ആൻഡ് ഇവിടെ ന്യൂറോണൽ ലെയർ ഉണ്ട്. ഈ പച്ച കളറിൽ വരച്ചിരിക്കുന്നത് ന്യൂറോണൽ ലെയർസ് ആണ്, നെർവ്സ് ആണ്. സബ് മ്യൂക്കോസൽ പ്ലക്സസ് എന്നാണ് പറയാം. സബ് മ്യൂക്കോസൽ ഉള്ളതുകൊണ്ട് സബ് മ്യൂക്കോസൽ പ്ലക്സസ് എന്ന് വെച്ചാൽ എക്സ്റ്റൻസീവ് നെറ്റ്വർക്ക് ആണ്. സോ എക്സ്റ്റൻസീവ് നെറ്റ്വർക്ക് ഓഫ് ന്യൂറോണൽ പ്ലക്സസ് ആണ്. ആൻഡ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് മീസിനേഴ്സ് പ്ലക്സസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ആൻഡ് ദിസ് എ പാർട്ട് ഓഫ് എൻറ്ററിക് നെർവസ് സിസ്റ്റം, അല്ലെങ്കിൽ എൻറ്ററിക് നെർവസ് സിസ്റ്റം കൂട്ടിയില്ലെങ്കിൽ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കൂട്ടാം. ആൻഡ് ഇതിന് ദിസ് cannot control here. എപ്പിത്തീലിയൽ സെൽസിന് എന്ത് വിടണം, സെക്രീഷൻ, അതിനൊന്നും ഉള്ള കാര്യങ്ങളൊന്നുമല്ല. ഇത് കീമോ റിസെപ്റ്റേഴ്സ് ആൻഡ് സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ആൻഡ് ഡിയോഡിനത്തിൽ ഇവിടെ ചില ഗ്ലാൻഡുകൾ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുക ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് എന്നാണ്. ഓക്കെ, ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്. അത് ഡിയോഡിനത്തിൽ മാത്രമാണ്
ഈ ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് കാണുക. ഇനി മൂന്നാമത്തെ ലെയർ നമുക്ക് പറയേണ്ടത് മസ്കുലാരിസ് ലെയർ ആണ്. മസ്കുലാർ ലെയർ ഓർ മസ്കുലാരിസ് ലെയർ ആണ്. സോ മിക്കവാറും എല്ലായിടത്തും സ്മൂത്ത് മസിൽ തന്നെയാണ്, എങ്കിലും 2 എക്സെപ്ഷൻസ്. ഒന്ന് ഈസോഫാഗസിലാണ്. ഈസോഫാഗസിൽ ആദ്യം കുറച്ച് ഭാഗം അവിടെ സ്കെലിറ്റൽ മസിൽസ് ഉണ്ട്. ഓക്കെ, ദെൻ എയ്നസിലെ കുറച്ച് ഭാഗങ്ങളിൽ സ്കെലിറ്റൽ മസിൽസ് ഉണ്ട്. എന്താണ് സ്കെലിറ്റൽ മസിൽസ്? സ്കെലിറ്റൽ മസിൽസ് വോളണ്ടറി ആണ്. ഇപ്പൊ ഭക്ഷണം വിഴുങ്ങുക അല്ലെങ്കിൽ എയ്നസ് വെച്ചിട്ട് നമുക്ക് ഡീഫിക്കേറ്റ് ചെയ്യുക, അത് രണ്ടും വോളണ്ടറി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവിടെ ചിലപ്പോൾ സ്കെലിറ്റൽ മസിൽ. ബാക്കി എല്ലായിടത്തും നമുക്ക് സ്മൂത്ത് മസിലാണ്. സോ മെയിൻലി സ്മൂത്ത് മസിൽ. എക്സെപ്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. സാധാരണ രീതിയിൽ എല്ലായിടത്തും 2 സെറ്റ്സ് ആണ്. ഇതാ നീല കളറിൽ ഞാൻ വരച്ചിരിക്കുന്നത് സർക്കുലാർ മസിൽസ് ആണ്. വട്ടത്തിൽ ഇങ്ങനെ വരച്ചിരിക്കുന്നത് സർക്കുലാർ മസിൽസ്. ഇവിടെ ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത് ഇത് വരച്ചിരിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് ആണ്. ഇവിടെ ഞാൻ ഉണ്ട് ഇവിടെ മസിൽസ് ആണ്. സോ ആൻഡ് ഇതിന് രണ്ടിനും ഇടയിൽ ഇവിടെ ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത് ന്യൂറോണൽ പ്ലക്സസ് ആണ്. ഇതേപോലെയുള്ള സാധനം തന്നെ വേറെ കളറിൽ വരച്ചിരിക്കുന്നു. സോ അതിനെ നമ്മൾ വിളിക്കുക, ന്യൂറോണൽ ലെയറിനെ നമ്മൾ വിളിക്കുക മൈൻട്രിക് പ്ലക്സസ്. അതിന് നമുക്ക് ഓർബാക്സ് പ്ലക്സസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ആൻഡ് ഇതിന് GI മോട്ടിലിറ്റി ആയിട്ടാണ്. GI മോട്ടിലിറ്റി കൺട്രോൾ ചെയ്യുന്ന ന്യൂറോണൽ ലെയർ ആണ്. GI മൂവ്മെന്റ്സ് വെച്ചാൽ ഇന്ന സർക്കുലാർ മസിൽസിന് ചുരുക്കാം, കൺട്രാക്ട് ചെയ്യാം, ഡയലേറ്റ് ചെയ്യിക്കാം. ലോഞ്ചിറ്റ്യൂഡൽ മസിൽസ് ചുരുക്കാം അല്ലെങ്കിൽ ഡയലേറ്റ് ചെയ്യിക്കാം. സോ പെരിസ്റ്റാൽസിസ്, സോ ഇമ്പോർട്ടൻറ്റ് ഇൻ പെരിസ്റ്റാൽസിസ്, അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ന്യൂറോണൽ. സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞു 2 ലെയർ ആണ്. സർക്കുലാർ മസിൽസും ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനലും ഉണ്ട്. പക്ഷേ ഇൻ കേസ് ഓഫ് സ്റ്റൊമക്കിന്റെ കാര്യം, സ്റ്റൊമക്കിൽ ഇവിടെ സർക്കുലാർ ലെയറിന് മുമ്പ് മറ്റൊരു മസിൽ ലെയർ ഉണ്ട്, ഒബ്ലിക് മസിൽ ലെയർ. ചിരിച്ചു വരച്ചേക്കാം. ഇവിടെ ഒരു ലെയർ കൂടി വരയ്ക്കാം, ഒബ്ലിക് മസിൽസ് കൂടി ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. സോ സ്റ്റൊമക് ഹാസ് ആൻ എക്സ്ട്രാ ഒബ്ലിക് മസിൽ ലെയർ. സോ സ്റ്റൊമക്കിൽ 3 മസിൽസ് ഉണ്ട്. സ്റ്റൊമക്ക് നമുക്കറിയാം അവിടെ ഫുഡ് വെച്ചിട്ട് ഇങ്ങനെ ഭക്ഷണമായിട്ട് മിക്സ് ചെയ്യാനായിട്ടുള്ളതല്ല, മെക്കാനിക്കൽ പാർട്ട്, മെക്കാനിക്കൽ വർക്ക് കൂടുതലുള്ള ഏരിയയാണ് സ്റ്റൊമക്ക്. സോ അവിടെ ഒരു എക്സ്ട്രാ മസിൽസ് കൂടി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഏറ്റവും അവസാനത്തെ പുറമേയുള്ള ലെയർ ആണ്, ആൻഡ് ദിസ് ഇസ് ദാറ്റ് ലെയർ. അതിനെ നമ്മൾ സീറോസെൽ ലെയർ എന്നാണ് വിളിക്കുക, സീറോസെൽ ലെയർ. സോ 4ാമത്തെ ലെയർ ആണ് ഇത്. ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈസോഫാഗസിൽ പക്ഷേ ഈ ഏരിയ ഇല്ല. ഇൻ സീറോസെൽ ലെയർ ഈസ് ആബ്സെന്റ് ഇൻ ഈസോഫാഗസ്. സോ ചുറ്റുമുള്ള ഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ലെയർ ആണ് ഈ സീറോസെൽ ലെയർ എന്ന് പറയും. സോ പ്രധാനമായിട്ടും അപ്പോൾ ഇത്രയും ലെയർ ആണ് GIയുടെ മാത്രം ആയിട്ടുള്ളത്. സോ 4 ലെയർ. സോ മ്യൂക്കോസൽ ലെയർ, ഇത് തന്നെ പല ഭാഗങ്ങളുണ്ട്. എപ്പിത്തീലിയൽ ഉണ്ട്, ലാമിന പ്രോപ്രിയ ഉണ്ട്, മസ്കുലാരിസ് മ്യൂക്കോസ ഉണ്ട്, ദെൻ സബ് മ്യൂക്കോസൽ ലെയർ ഉണ്ട്, ദെൻ മസ്കുലാർ ലെയർ ഉണ്ട്, ആൻഡ് ഫൈനലി സീറോസെൽ ലെയർ. So that's all in this video. Thank you for watching.